ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ നോക്കാൻ പോകുന്ന കേരള ലോട്ടറിയുടെ 1/8/2025 സുവർണ്ണ കേരള SK14 ഗസിംഗ് നമ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റോടെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും മുൻപോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ 31/7/2025 റിസൾട്ട് നോക്കാം. 9/4/15 9/7 ഇങ്ങനെയാണ് നമുക്ക് റിസൾട്ട് ഫസ്റ്റ് പ്രൈസിൻ്റെ കിട്ടിയത്. നമ്മൾ ഗസിംഗ് നമ്പർ കൊടുത്തിരുന്നത് ഓൾ ബോർഡ് 5, 9 ആയിരുന്നു. 5 മിന്നായിട്ടുണ്ട്, 9 മിന്നായിട്ടുണ്ട്. 31-ാം തീയതി എല്ലാവർക്കും ഞാൻ പറഞ്ഞിരുന്നു. 31 കഴിഞ്ഞ് ജൂലൈയിലെ കഴിഞ്ഞ അവസാന മാസത്തെ ലാസ്റ്റ് ദിവസമായിരുന്നു. എല്ലാവരും മിന്നായെന്ന് പ്രതീക്ഷിക്കുന്ന വെച്ചവരൊക്കെ. അതുപോലെ തന്നെ എ ബോർഡ് നമുക്ക് പാസ്സായിട്ടുണ്ട്. 597 ആയിരുന്നു. ഇത് കറക്റ്റ് നമുക്ക് വന്നിട്ട് 5, 9 ഇവിടെ ഒരു 7 ഇട്ടാൽ മതിയായിരുന്നു. 7 നമുക്ക് കിട്ടിയില്ല. അതായിരുന്നെങ്കിൽ നമുക്ക് ഫസ്റ്റ് പ്രൈസ് തന്നെ നമുക്ക് കിട്ടിയിരുന്നായിരുന്നു. ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നമ്മളൊരു 9 നമ്പർ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. ആ 9 നമ്പറിനുള്ളിൽ തന്നെ ആയിരിക്കും ഓൾ ബോർഡ് വരാൻ വളരെ സാധ്യത കൂടുതൽ. ഒരു 99% സാധ്യത കൂടുതൽ ആ നമ്പറിൽ നിന്ന് തന്നെ ആയിരിക്കും. 5, 9 ഓൾ ബോർഡ് പാസ്സായിട്ടുണ്ട്. നമ്മൾ 593 വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 597 കിട്ടിയില്ല. ജസ്റ്റ് മിസ്സിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസ്. പക്ഷേ ഓൾ ബോർഡ് 2 നമ്പർ നമ്മൾ പാസ്സായിട്ടുണ്ട്. സാധാരണ ഒരെണ്ണമായിരുന്നു പാസ്സാകുന്നത്, 2 നമ്പർ പാസ്സായിട്ടുണ്ട്. നമുക്ക് നോക്കാം. 1/8/2025 സുവർണ്ണ കേരളത്തിൻ്റെ ഗസ്സിങ് നോക്കാം. ഇതൊരു ഗസ്സിങ് മാത്രമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക മറക്കാതെ. എ ബോർഡ് നോക്കാം. എ ബോർഡ് നമ്മൾ വിന്നിംഗ് റിസൾട്ടിൻ്റെ ആദ്യത്തെ 2 നമ്പർ പ്ലസ് ചെയ്തിട്ടാണ് എ ബോർഡ് നമ്മൾ എടുത്തിരിക്കുന്നത്. 9 + 4 13, 5 + 1 6, 9 + 7 16. ഇങ്ങനെയാണ് നമുക്ക് എ ബോർഡ് കിട്ടിയിരിക്കുന്നത്. ബി ബോർഡിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് നോക്കാം. വിന്നിംഗ് റിസൾട്ടിൻ്റെ 2 നമ്പർ കഴിഞ്ഞിട്ട് 3ാമത്തെ നമ്പർ പ്ലസ് ചെയ്തിട്ടാണ് നമ്മൾ ബി ബോർഡ് എടുത്തിരിക്കുന്നത്. 9 + 5 14, 4 + 9 13, 1 + 7 8. ഇങ്ങനെയാണ് നമുക്ക് ബി ബോർഡ് കിട്ടിയിരിക്കുന്നത്. സി ബോർഡിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് നോക്കാം. വിന്നിംഗ് റിസൾട്ടിൻ്റെ ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പരും സുവർണ്ണ കേരളത്തിൻ്റെ ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പരും കൂടെ പ്ലസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സുവർണ്ണ കേരളം ലാസ്റ്റ് ഇപ്പം 3 ഡിജിറ്റ് ഇല്ലാത്തത് കൊണ്ട് ഡേറ്റിൻ്റെ ഒരു നമ്പരും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. 5 + 0 5, 9 + 1 10, 7 + 4 11. ഇങ്ങനെയാണ് നമുക്ക് ആ നമ്പർ കിട്ടിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. എ ബോർഡ്, ബി ബോർഡ്, സി ബോർഡ് നമുക്ക് നോക്കാം. എ ബോർഡ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 9 നമ്പർ എടുത്തിട്ടുണ്ട്. എ ബോർഡ്, ബി ബോർഡ് ഇതിലെല്ലാം കൂടെ ചേർത്തിട്ട് ആ 9 നമ്പറിനുള്ളിൽ തന്നെ ആയിരിക്കും വിന്നിംഗ് ഓൾ ബോർഡ് വരാൻ സാധ്യത. ഇത്ര നമ്പറിനുള്ളിൽ തന്നെയാണ് വിന്നിംഗ് ഓൾ ബോർഡ് വരാൻ സാധ്യത. അപ്പോൾ നമുക്ക് നോക്കാം. എ ബോർഡിൽ 3 4 5, 6 3 0, 6 8 1. ഇങ്ങനെയാണ് എയും ബിയും സിയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഗസ്സിങ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്നൊരു 5 നമ്പർ വീതം നമ്മൾ എ ബി ബി സി എ സി ആയിട്ട് എടുത്തിട്ടുണ്ട്. എ ബിയിൽ നോക്കുകയാണെങ്കിൽ 3 6, 4 3, 5 0, 5 3, 3 0. ഇങ്ങനെയാണ് എ ബി നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബി സിയിലോട്ട് വരുവാണെങ്കിൽ 66 38 01 61 36. ഇങ്ങനെയാണ് ബി സി കിട്ടിയിരിക്കുക. 5 നമ്പർ വീതം. എ സിയിലോട്ട് നോക്കുവാണെങ്കിൽ 36 48 51 58 31. ഇങ്ങനെയാണ് സാധ്യത കിട്ടുന്നത്. ഒരു ഡബിളിനും ചെറിയൊരു രീതിയിൽ ചാൻസ് ഉണ്ട് അടിക്കാൻ. അറിയില്ല എങ്ങനെയാണെന്ന്. പിന്നെ ഇടയ്ക്ക് എ ബി സി ഒരു 8 നമ്പർ നമ്മൾ എടുത്തിട്ടുണ്ട്. 1ാമത്തെ നമ്പർ നോക്കുകയാണെങ്കിൽ 366 438 501 538 301 324 391 319. ഇങ്ങനെയാണ് നമുക്ക് എ ബി സി കിട്ടിയിരിക്കുന്ന 8 നമ്പർ നമ്മൾ ഗസ്സിങ് എടുത്തിരിക്കുന്നത്. ഗസ്സിങ് മാത്രമാണ്. ഒരു 90% ചാൻസ് വളരെ കൂടുതലുള്ള നമ്പറുകളാണ്. ഇന്ന് നമുക്ക് ഫസ്റ്റ് ഓൾ ബോർഡ് കിട്ടിയിരിക്കുന്നത് നോക്കാം. ഈ 9 നമ്പറിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഓൾ ബോർഡ് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്നത് 1 ആണ്. രണ്ടാമത്തെ ചാൻസ് ഓൾ ബോർഡിൽ 3, 1 3 ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഓൾ ബോർഡ് ഗസ്സിങ് നമ്പറായിട്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റോടെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു വിന്നിങ് ആശംസിക്കുന്നു.
1-ാം തീയതി നല്ലൊരു ദിവസം ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. നന്ദി, നമസ്കാരം.